അമ്മ എന്നത്, മാതൃഭാവം എന്നത് ഓരോ മനസ്സിനെയും എപ്പോഴും സമാധാനിപ്പിക്കുന്ന, സാന്ത്വനിപ്പിക്കുന്ന ഒരു ഭാവം തന്നെയാണ്. പരാശക്തി, ആദിപരാശക്തി അമ്മേ എന്ന് വിളിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഉണർവ്, സ്വന്തം അമ്മയുടെ അരികിലേക്ക് എത്തുമ്പോൾ, ആ മടിയിൽ എത്തുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആനന്ദം, ആശ്വാസം, ഇതൊക്കെ കാലാകാലങ്ങളായി നമ്മൾ നിക്ഷിപ്തമായിരിക്കുന്ന സുരക്ഷിത ബോധമാണ്. നമ്മളെ സംരക്ഷിക്കുവാൻ ഒരാളുണ്ട് എന്ന സുരക്ഷിത ബോധം. തമിഴ്നാട്ടിലെ തഞ്ചാവൂരിലൊരു ക്ഷേത്രമുണ്ട്, ഗർഭരക്ഷാംബിക തിരുക്കരുക്കാവൽ ക്ഷേത്രം. തിരുക്കരുക്കാവൽ എന്നറിയപ്പെടുന്ന ആ ക്ഷേത്രഭൂമിയിൽ ഗർഭരക്ഷാംബികയെ അറിയുന്ന ഭഗവതി ആദിപരാശക്തിക്ക് തിരുമുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. തഞ്ചാവൂരിൽ നിന്ന് പാപനാശത്തേക്ക് വരണം. അതായത് തഞ്ചാവൂരിൽ നിന്ന് ഏതാണ്ട് ഒരു 15 കിലോമീറ്ററോളം കുംഭകോണത്തേക്ക് പോകുന്ന വഴിയിലാണ് ഗർഭരക്ഷാംബിക ക്ഷേത്രം. ഒരു അരമണിക്കൂറോളം യാത്ര ചെയ്യാനുണ്ട്. എന്താണ് ഗർഭരക്ഷാംബിക ക്ഷേത്രത്തിന്റെ പ്രത്യേകത? ആദ്യകാലത്ത് ഇത് മുല്ലവനം എന്നറിയപ്പെടുന്നു. മുല്ലവനനാഥരായ മഹാദേവൻ നിലകൊള്ളുന്ന ക്ഷേത്രഭൂമിയാണ്. ഈ ക്ഷേത്രഭൂമിയെക്കുറിച്ച് ശിവപുരാണത്തിലും സ്കന്ദപുരാണത്തിലും പരാമർശമുണ്ട്. നാൽവർ പാടിപ്പുകഴ്ത്തിയ പ്രദേശം കൂടിയാണ് ശൈവഭൂമിയായ ഈ പ്രദേശം. ഇവിടെ മുല്ലവനമായിരുന്ന കാലത്ത് ഒരിക്കൽ വശിഷ്ഠകുലജാതയായ വേദിക എന്ന ഒരു പെൺകുട്ടി മുനിയെ വിവാഹം കഴിച്ച് മുനിയോടൊപ്പം ഈ യാത്രയിലേക്ക്, വിവാഹം കഴിഞ്ഞ ഉടനെയുള്ള യാത്രയിൽ മുല്ലവനത്തിലേക്ക് വരികയാണ്. ഈ സമയത്ത് ഈ പെൺകുട്ടി ഗർഭവതിയാവുകയും ആ കുട്ടിയുടെ ഭർത്താവായ ഋഷിക്ക് പൂജാതി കാര്യങ്ങൾക്കായി മറ്റൊരു ദേശത്തേക്ക് പോകേണ്ടി വരികയും ചെയ്തു. മുല്ലവനത്തിൽ ആശ്രമത്തിനുള്ളിൽ ഈ പെൺകുട്ടിയെ ഒറ്റയ്ക്കാക്കിയിട്ടാണ് ഋഷി തൻ്റെ പൂജാതി കാര്യങ്ങൾക്കായിട്ട് പോയത്. ഗർഭിണിയും ക്ഷീണിതയുമായ യുവതി വിശ്രമിക്കുന്ന സമയത്ത് ഉത്ഥിതപാദൻ എന്ന ഒരു മഹർഷി ഈ വഴി വന്നുവെന്നും ആ മഹർഷി ഈ കുട്ടിയെ നോക്കുമ്പോൾ ഇത് ഗർഭാവസ്ഥയിലാണ് എന്ന് മനസ്സിലാക്കുന്നതിന് മുന്നേ തന്നെ കണ്ടിട്ട് ശ്രദ്ധിക്കാത്ത ഒരാൾ എന്നുള്ള രീതി വിചാരിച്ചുകൊണ്ട് ഈ കുട്ടിക്ക് മാറാരോഗം വരട്ടെ എന്ന് ശപിക്കുകയും ചെയ്തു. ഉണർന്നു കഴിഞ്ഞ കുട്ടി ശാപത്തെക്കുറിച്ച് മനസ്സിലാക്കി തനിക്ക് രോഗം വന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കി മുല്ലവനനാഥരെ തന്നെ വിളിച്ച് പ്രാർത്ഥിച്ചു. മുല്ലവനത്തിലാണല്ലോ ഉള്ളത്. മുല്ലവനനാഥരെ വിളിച്ച് പ്രാർത്ഥിച്ചു. മുല്ലവനനാഥർ ആ വിളി കേൾക്കുകയും ചെയ്തു. ഗർഭിണിയായ കുട്ടിയാണ്, ആ ഗർഭാവസ്ഥയിലൊരു ശിശുവുണ്ട്. ഈ കുട്ടിക്ക് ശാപം എന്തായാലും വന്നേ പറ്റുള്ളൂ. ശാപം മാറുന്നതിന് വേണ്ടിയിട്ട് മുല്ലവനത്തിൽ ഭജനം പാർക്കുകയും 107 ചെങ്ങഴനീർ പൂ കൊണ്ട് പൂജ ചെയ്യുകയും ചെയ്താൽ ശാപമോക്ഷം കിട്ടും. പക്ഷെ അത്രയും സമയം ഈ ഗർഭസ്ഥ ശിശുവിന് ഈ രോഗം ബാധിക്കുമല്ലോ, അമ്മയ്ക്ക് രോഗം വന്നാൽ കുഞ്ഞിന് ബാധിക്കുമല്ലോ. അപ്പോൾ അതിനൊരു പരിഹാരം എന്ന നിലയ്ക്ക് അപ്പോൾ തന്നെ മുല്ലവനനാഥർ ആ ഗർഭത്തിലെ ശിശുവിനെ അങ്ങനെ തന്നെ, ആ കരുവിനെ എന്നാണ് തമിഴിൽ പറയാ, ആ കരുവിനെ അങ്ങനെ തന്നെ ഭഗവതിയെ ഏൽപ്പിച്ചു. തൻ്റെ ഭാര്യയായ ശ്രീ പാർവതിയെ ഏൽപ്പിച്ചു. പാർവതി ഒരു അമൃത കലശത്തിനുള്ളിൽ ആ കരുവിനെ വെച്ച് സൂക്ഷിച്ചു. കലശം കയ്യിൽ തന്നെ വെച്ചുകൊണ്ട് സൂക്ഷിച്ചു. ഇങ്ങനെ സൂക്ഷിക്കുക മാത്രമല്ല, ആ കരുവിന് വേണ്ടുന്നതായിട്ടുള്ള എല്ലാ ആരോഗ്യ സൗഖ്യത്തിന് വേണ്ടുന്ന എല്ലാം അമ്മ തന്നെ നൽകി. പോരാത്തതിന് കാമധേനു പശുവിനെ കൊണ്ടുവന്ന് ആ പാല് പോലും നൽകുകയുണ്ടായി എന്നാണ്. അങ്ങനെ ആ പാല് നൽകി ഈ കുഞ്ഞിനെ അമൃത കലശത്തിൽ വെച്ച് അമ്മ സംരക്ഷിക്കുകയും ഈ പ്രാർത്ഥനകളെല്ലാം കഴിഞ്ഞ് മുല്ലവന തേവരെ പ്രാർത്ഥിച്ച് ഭജനമിരുന്ന് 107 ചെങ്ങഴനീർ പൂ കൊണ്ട് പ്രാർത്ഥിച്ച് വേദിക എന്ന ആ ഗർഭവതി ആയിരുന്ന സ്ത്രീക്ക് പൂർണ്ണ ആരോഗ്യം തിരിച്ചു കിട്ടിയതിനു ശേഷം ഈ ഗർഭത്തെ തിരിച്ച് ഈ കരുവിനെ അങ്ങോട്ടേക്ക് നൽകിയെന്നും അതല്ല കുഞ്ഞായി തന്നെ നൽകിയെന്നും 2 ഐതിഹ്യമുണ്ട്. അന്ന് ആ പെൺകുട്ടിയുടെ ഭർത്താവ് മടങ്ങി വരുമ്പോൾ ഈ സന്തോഷമാണ് കാണുന്നത്. അതായത് ഭഗവതി തൻ്റെ കുഞ്ഞിനെ കാത്തുരക്ഷിച്ചിരിക്കുന്നുവെന്ന് മനസ്സിലാക്കിയ ആ മുനി ഇവിടെ ഇരുന്ന് ഉപാസനകൾ നടത്തുകയും അന്ന് തന്നെ ഇവിടെ മുല്ലവന തേവർക്കൊപ്പം ഭഗവതി സാന്നിധ്യമായ പ്രദേശത്ത് ഭഗവതിയുടെ ചൈതന്യം വിഗ്രഹരൂപത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അങ്ങനെ ക്ഷേത്രം ഉണ്ടായി വരികയുമാണ് ഉണ്ടായത്. അന്ന് ഭഗവതി ആ അമൃത കലശത്തിൽ സൂക്ഷിച്ച കുഞ്ഞിന് വേണ്ടിയിട്ട് കാമധേനു പാല് നൽകിയെന്ന് പറഞ്ഞല്ലോ. ആ പാലാണ് ഇന്നും ഇവിടെ ക്ഷീരകുണ്ഠം എന്നറിയപ്പെടുന്ന ക്ഷേത്രക്കുളത്തിലുള്ളത് എന്നതാണ് സങ്കല്പം. ഇന്നും സന്തതികളില്ലാത്തവർ ഈ തിരുനടയിൽ വന്നു നിന്ന് പ്രാർത്ഥിച്ചാൽ ആ അമൃത കലശത്തിൽ നിന്ന് അമ്മ ഒരു കരുവിനെ ആ ഉദരത്തിലേക്ക് പ്രാർത്ഥിച്ചതാരോ അവർക്ക് നൽകുമെന്നുള്ളത് തീർച്ചയാണ്. മാത്രമല്ല, കുഞ്ഞുങ്ങൾക്ക് രോഗം എന്തെങ്കിലും വരികയാണെങ്കിൽ നിരവധി അമ്മമാർ ഈ തിരുനടയിൽ വന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. ഇവിടെ ഗർഭരക്ഷാംബിക ആ 2 കൈകളിൽ ഇങ്ങനെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നുണ്ട് ഓരോ ഗർഭസ്ഥ ശിശുവിനെയും. അത്ര സുഖകരമായൊരു വിശ്വാസമാണ് അല്ലേ? മലപ്പുറത്ത് ചന്ദനക്കാവിൽ ഇങ്ങനെയാണ്. അവിടെ ചെന്ന് നിന്നാൽ നമുക്ക് തോന്നും നമ്മളുടെ അമ്മ നമ്മളെ ഇങ്ങനെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നുണ്ട്. ഗർഭരക്ഷാംബിക സന്താനലബ്ധിക്ക് വേണ്ടിയിട്ട് ആർക്കെങ്കിലും പ്രാർത്ഥിക്കണമെങ്കിൽ പരിഹാരക്ഷേത്രം, നിങ്ങളുടെ സന്താനലബ്ധിക്ക് തടസ്സമായി നിൽക്കുന്ന എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതിന് മുഴുവൻ പരിഹാരമാണ് ഗർഭരക്ഷാംബിക ക്ഷേത്രത്തിൽ വന്നുള്ള ദർശനം. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ അമ്മ വേണ്ടുന്ന രീതിയിൽ ആരോഗ്യമുള്ള കുഞ്ഞിനെ ഗർഭത്തിലേക്ക് നൽകും എന്നുള്ളതാണ് ഒരു അനുഭവം. വിശ്വാസം എന്നല്ല, അനുഭവം. മാത്രമല്ല, കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യ സൗഖ്യം ഉണ്ടാകാനും ഇതേ തിരുനടയിൽ തന്നെയാണ് ഭക്തർ വന്ന് പ്രാർത്ഥിക്കാറ്. തിരു ഗർഭരക്ഷാംബിക ക്ഷേത്രം
അറിയപ്പെടുന്ന ഭഗവതി ക്ഷേത്രങ്ങളിൽ ഒന്ന് തന്നെയാണ്. തിരുക്കരിക്കാവൂർ എന്ന് പറയുന്നതും ഭഗവതി നാമത്തിൽ അറിയപ്പെടുന്നത് കൊണ്ട് തന്നെ. എന്നാൽ ഇവിടുത്തെ പ്രധാന മൂർത്തി മഹാദേവനാണ്. പാടൽപ്പെട്ട ദേശങ്ങളിൽ ഒന്നാണ് ഗർഭരക്ഷാംബിക വാഴുന്ന ഈ ക്ഷേത്രം. ഇവിടെ മുല്ലവനം എന്നാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത്. മുല്ലവനനാഥർ എന്നാണ് ഇവിടുത്തെ കുടികൊള്ളുന്ന മഹാദേവന്റെ നാമം. ഇവിടെ മുല്ലവനത്തെ നോക്കി 3 അടി നടന്നാൽ തന്നെ മുഴുവൻ മോക്ഷവും മുഴുവൻ പുണ്യവും ലഭിക്കുന്നു എന്ന് സ്കന്ദപുരാണത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതേ മുല്ലവനത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. മുല്ലവനനാഥരായ മഹാദേവനെ ദർശിച്ചുകൊണ്ട് അപ്പർ, തിരുஞான സമ്പന്തർ, മാണിക്യവാചകരെല്ലാം ഈ തിരുനടയിൽ വന്നതെന്ന് പാടിയിട്ടുണ്ട്. അവർ പാടിയ 274 ക്ഷേത്രങ്ങൾ, അവർ പാടിയത് ധാരാളം ക്ഷേത്രങ്ങളെ കുറിച്ചാണ്. പക്ഷേ രാജരാജ ചോളന്റെ കാലത്ത്, അതായത് 10ാം നൂറ്റാണ്ടിൽ തന്നെ അവർ എഴുതിയതിൽ പലതും ചിതലെടുത്ത് പോയിരുന്നു. ചിതലെടുത്ത് പോകാതെ ബാക്കിയായ ആ പാടലുകൾ, അവരുടെ പാടലുകൾ അത് ശേഖരിച്ചു വെച്ചതിൽ നിന്ന് 274 ക്ഷേത്രങ്ങളെ കുറിച്ചുള്ള വിവരം കിട്ടിയിട്ടുണ്ട്. അതിൽ കാവേരിയുടെ തെക്ക് ഭാഗത്തായിട്ടാണ് ഏതാണ്ട് 170ഓളം ക്ഷേത്രങ്ങളുള്ളത്. അതിൽ പരാമർശിക്കപ്പെട്ട ക്ഷേത്രമാണ് മുല്ലവനം എന്ന ക്ഷേത്രം. സ്കന്ദപുരാണത്തിലും പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ മുല്ലവനത്തിൽ മുല്ലവനനാഥനായി മഹാദേവൻ ഇരിക്കുന്നതിനൊപ്പമാണ് ഗർഭരക്ഷാംബിക കുടികൊള്ളുന്നത്. ഇപ്പോൾ ഈ ശ്രീകോവിൽ നമുക്ക് കാണാനാകുന്ന മുല്ലവനനാഥരെ മാത്രമാണ്. മുല്ലവനനാഥർ ശരിക്കും രാമനാഥനെ പോലെ, രാമനാഥനിൽ പോകുന്ന പോലെ, രാമേശ്വരത്ത് പോകുന്ന പോലെ ഏകാമ്രനാഥത്തിൽ പോകുന്ന ഒരു അനുഭവമാണ് നമുക്ക് ലഭിക്കുന്നത്. മുല്ലൈവനം ഇരിക്കുന്ന ദിക്കിൽ നോക്കി 3 അടി നടന്നാൽ സകല പാപങ്ങളും തീരും എന്ന് സ്കന്ദപുരാണത്തിൽ പറയുമ്പോൾ തിരുஞான സമ്പന്തർ ഈ പ്രദേശത്തെ പറഞ്ഞിരിക്കുന്നത് തന്നെ മുല്ലപ്പൂ മണം പരക്കും മുല്ലൈവനം എന്നാണ്. നിറയെ മുല്ലപ്പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാടായിരുന്നു ഒരു കാലത്ത് ഈ പ്രദേശം. ഇവിടെ ദേവന്മാർ പോലും മഹാദേവനെ പൂജിക്കുവാനായി എത്തിയിരുന്നു. ഈ ഭൂമിയിലെ വിശേഷമായൊരു പ്രദേശമാണ് മുല്ലവനം. ഇന്നും വിശേഷമായൊരു ക്ഷേത്രമാണ്, പുരാതനമായൊരു ക്ഷേത്രമാണ് ഇത് എന്നുള്ളത് വ്യക്തമാണ്. അത് എങ്ങനെയാണ് അതിൻ്റെ സൂചന കിട്ടുന്നതെന്ന് വെച്ചാൽ 7ാം നൂറ്റാണ്ടിൽ സംഭവിച്ചു എന്ന് പരാമർശിക്കപ്പെടുന്ന പല കാര്യങ്ങളിലും ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. രാജാക്കന്മാരുമായും ഒക്കെ ബന്ധപ്പെട്ടിട്ടാണെങ്കിലും 7ാം നൂറ്റാണ്ടിൽ ക്ഷേത്രം നിലനിന്നിരുന്നു എന്നതിന് സ്പഷ്ടമായ സൂചനകൾ. പല്ലവന്മാരുടെ കാലത്തിനും അത് കഴിഞ്ഞ ഉടനെയുള്ള മാറ്റങ്ങളുടെ കാലത്തുമൊക്കെ ഈ ഒരു ക്ഷേത്രമോ അല്ലെങ്കിൽ ആരാധനയോ ഉണ്ടായിരുന്നു എന്നതിന് വലിയ സൂചനകൾ ലഭിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ അകത്തേക്ക് കയറി വന്നാൽ പുരാതനമായൊരു ക്ഷേത്രമല്ല, പിന്നീട് പല കാലത്തും പുനർനിർമ്മാണങ്ങൾ നടത്തിയൊരു ക്ഷേത്രമാണ് കാണുന്നത്. എങ്കിലും ദ്വാരവിനായകർ, ദ്വാരസ്കന്ദർ എന്നിങ്ങനെ ദ്വാരപാലകരായി നിൽക്കുന്നത് തന്നെ ഈ ക്ഷേത്രഭൂമിയുടെ ഒരു വിശേഷം എത്രത്തോളം എന്ന് ഇനി വരും കാലത്തിന് മനസ്സിലാകുന്നതിന് വേണ്ടി ബ്രഹ്മാവ് പോലും തപസ്സിരുന്ന ഈ പ്രദേശത്തെ മഹാദേവന് ദ്വാരപാലകരായി നിൽക്കുന്നത്, ശ്രീകോവിലിന്റെ ദ്വാരപാലകരായി നിൽക്കുന്ന ദ്വാരവിനായകനും ദ്വാരസ്കന്ദറുമാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ വലം വെച്ച് വരുമ്പോൾ തന്നെ 63 ശൈവ സന്യാസിമാരുടെയും രൂപങ്ങൾ നമുക്ക് കാണാനാകും. അത് കഴിഞ്ഞാൽ പിന്നീട് 4 അതായത് അപ്പർ, തിരുஞான സമ്പന്തർ, മാണിക്യവാചകർ തുടങ്ങി സുന്ദരർ എന്നിങ്ങനെ 4 പേരുടെയും രൂപങ്ങൾ വ്യത്യസ്തമായി വെച്ചിട്ടുണ്ട്. ഇത് കൂടാതെ ദക്ഷിണാമൂർത്തിയുടെ വിഗ്രഹം, അതായത് എല്ലാ ശിവക്ഷേത്രങ്ങളും തമിഴ്നാട്ടിൽ പ്രധാനമായും തെക്കു ഭാഗത്ത് ദക്ഷിണാമൂർത്തി സാന്നിധ്യം ഉണ്ടാവുമല്ലോ. ഇവിടെ ദക്ഷിണാമൂർത്തിയുടെ വിഗ്രഹമുണ്ട്. ആ വിഗ്രഹം കണ്ടാൽ നമുക്ക് മനസ്സിലാവും ക്ഷേത്രത്തിൻ്റെ പഴക്കം. ക്ഷേത്രത്തിൻ്റെ നിർമ്മാണങ്ങളൊക്കെ പിന്നീട് ഉണ്ടാക്കി വന്നതാണെങ്കിലും പല വിഗ്രഹങ്ങളുടെയും കാലപ്പഴക്കം നമുക്ക് വ്യക്തമാക്കി തരുന്നത് ഈ നിർമ്മാണ രീതികളാണ്. അതുപോലെ തന്നെ നിര്യതി കോണിലായിട്ട് വിനായകനാണ് സാന്നിധ്യമാകുന്നത്. നിര്യതി കോണിൽ വിനായകൻ സാന്നിധ്യമാകുന്നു. ഇത് നമുക്ക് ഈ ക്ഷേത്രത്തെ ഒന്ന് വലം വെച്ച് വരുമ്പോൾ ഇവിടുത്തെ സ്ഥലവൃക്ഷമായ മുല്ലയെയും കാണാനാകും. അതുപോലെ വിശേഷമായ ചില കാഴ്ചകൾ കൂടി ഈ ക്ഷേത്രത്തെ വലം വെക്കുമ്പോൾ കാണാനുണ്ട്. ഗർഭരക്ഷാംബിക ക്ഷേത്രം എന്നറിയപ്പെടുന്ന മുല്ലവനം ക്ഷേത്രത്തിൽ മുല്ലവനനാഥർ കുടികൊള്ളുന്ന ക്ഷേത്രഭൂമിയുടെ തീർത്ഥവാരിക്ക് കാവലായി നിൽക്കുന്നത് ബ്രഹ്മാവാണ്. ഇതും ഒരു അപൂർവ കാഴ്ചയാണ്. നമ്മുടെ ക്ഷേത്രങ്ങളിൽ, പ്രാചീനമായ എല്ലാ ക്ഷേത്രങ്ങളിലും തെക്ക് ദിക്കിൽ നമ്മൾ ദക്ഷിണാമൂർത്തിയും വടക്ക് ദിക്കിൽ ബ്രഹ്മാവിനെയും കാണാറുണ്ട്. എങ്കിലും തീർത്ഥവാരിയോട് ചേർന്ന് ബ്രഹ്മാവിന് സാന്നിധ്യം ഉണ്ടാകുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകളെ തന്നെയാണ് വിളിച്ചു പറയുന്നത്. ഈ ക്ഷേത്രത്തിൽ ഭഗവാന് ദ്വാരപാലകരായി നിൽക്കുന്നത് വിനായകനും സുബ്രഹ്മണ്യനുമാണ്. അതുപോലെ തന്നെ തീർത്ഥവാരിയിൽ തീർത്ഥത്തിന് കാവലായി നിൽക്കുന്നത് ബ്രഹ്മാവാണ്. അപ്പോൾ ആ സവിശേഷതകളെ മനസ്സിലാക്കുമ്പോൾ മറ്റൊന്നുകൂടി പറഞ്ഞുകൊള്ളട്ടെ. ഇവിടെ അകത്ത് നമ്മൾ മുല്ലവനനാഥരെ കാണുമ്പോൾ പറഞ്ഞുവല്ലോ, അത് ഏകാമ്രനാഥിൽ, കാഞ്ചീപുരത്തെ ഏകാമ്രനാഥ ക്ഷേത്രത്തിൽ ഇതുപോലെ ഒരു വലിപ്പം കുറഞ്ഞ, അതായത് വീതി കുറഞ്ഞ നീളമുള്ള ശിവലിംഗമാണ് ഇവിടെയുള്ളത്. തൊട്ടരികിലായിട്ടൊരു കർപ്പക വിനായകർ ഇരിക്കുന്നുണ്ട്. അത് സ്വയംഭൂ വിനായകനാണ്. ഉളിപ്പെടാ വിനായകൻ, അതായത് ആ വിഗ്രഹം നിർമ്മിക്കുന്നതിന് വേണ്ടി ഉളി
സ്പർശിച്ചിട്ടില്ല. അതുകൊണ്ട് ഉളിപ്പെടാ വിനായകൻ എന്നാണ് ആ വിനായകൻ അറിയപ്പെടുന്നത്. 7-ാം നൂറ്റാണ്ടിൽ ഈ ക്ഷേത്രം നിന്നിരുന്നു എന്നതിൻ്റെ സൂചന എന്താണ് നമുക്ക് പറയാനുള്ളതെന്നല്ലേ? 7-ാം നൂറ്റാണ്ടെന്ന് പറയുന്നത് മഹേന്ദ്ര പല്ലവൻ രാജാവിൻ്റെ കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ കൽവെട്ടുകൾ എഴുതുവാൻ തുടങ്ങി. അതുവരെയും പല്ലവ രാജാക്കന്മാർക്ക് മുൻപുള്ള ഒരു ഗുഹാക്ഷേത്രങ്ങളിലാണല്ലോ ഉണ്ടായിരുന്നത്. അവിടെ കൽവെട്ടുകൾ പതിവുണ്ടായിരുന്നത്. മഹേന്ദ്ര പല്ലവ രാജാവിൻ്റെ കാലത്തുള്ള കൽവെട്ടുകൾ ഈ ക്ഷേത്രഭൂമിയിൽ നിന്ന് കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് 7-ാം നൂറ്റാണ്ടിൽ ഈ ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നതിൻ്റെ സൂചന. അതുമാത്രമല്ല, അപ്പർ ജീവിച്ചിരുന്ന കാലം 7-ാം നൂറ്റാണ്ടാണെന്ന് പറയാറുണ്ട്, ശൈവ സന്യാസിയായ അപ്പറുടെ കാലം. അപ്പോൾ ആ കാലത്ത് ഈ ക്ഷേത്രത്തെക്കുറിച്ച് പരാമർശിച്ചുവെങ്കിൽ 7-ാം നൂറ്റാണ്ടിൽ ഈ ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നത് ഉറപ്പാണ്. ഇവിടെ കാണുന്ന ഗോപുരത്തിലും അതുപോലെ തന്നെ പല അടിസ്ഥാനങ്ങളിലുമുള്ള ശിലാശാസനത്തിൽ അന്ന് ഭരിച്ചിരുന്ന രാജാക്കന്മാരുടെ ശിവഭക്തി വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ഗോപുരത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയിരിക്കുന്ന കൽവെട്ട് ഇങ്ങനെയാണ്: ഈ ഗോപുരത്തിൻ്റെ ഒരു കല്ലിളകി താഴെ വീണാൽ ആ കല്ലെടുത്ത് തിരികെ വെക്കുന്ന ആളാരോ ആ ആളുടെ പാദത്തിൽ എൻ്റെ ശിരസ് സദാ നമിച്ചിരിക്കുന്നു എന്ന് രാജാവ് എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത്രയും ശിവഭക്തരായിരുന്ന രാജാക്കന്മാരാണ് ഈ ക്ഷേത്രം പണികഴിപ്പിച്ചതെന്ന് പറയുമ്പോൾ മഹേന്ദ്ര പല്ലവ രാജാവിൻ്റെ കാലത്ത് ഈ ഒരു മുല്ലവനം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാം. മുല്ലവനം എന്ന പേര് വരാൻ കാരണം മുല്ലവൃക്ഷമാണ് ഇവിടുത്തെ സ്ഥലവൃക്ഷം എന്നുള്ളതാണ്. ഇതൊരു മുല്ലക്കാടായിരുന്നു. ഇന്നിവിടെ സ്ഥലവൃക്ഷമായി തലൈ വൃക്ഷം എന്ന് പറഞ്ഞ മുല്ലൈ, തലൈ വൃക്ഷം മുല്ലൈ എന്ന് പറഞ്ഞിരിക്കുന്നു. അത് ഈ ദേശത്തിൻ്റെ തന്നെ സ്ഥലവൃക്ഷമായിട്ട് മുല്ലയെ കരുതുന്നതുകൊണ്ടാണ്. അപ്പോൾ ഈ മുല്ലവനത്തെയാണ് സ്കന്ദപുരാണത്തിൽ പരാമർശിച്ചിരിക്കുന്നത്. ഈ മുല്ല നിന്നിരുന്ന കാടിനെയാണ് സകല പുരാണം, ശിവപുരാണങ്ങളിൽ ഉൾപ്പെടെ പരാമർശിക്കുന്നത്. ഗർഭരക്ഷാംബിക ക്ഷേത്രം ഓരോ കരുവിനെയും, ഗർഭത്തിലുള്ള ഓരോ ശിശുവിനെയും സംരക്ഷിക്കുന്ന ക്ഷേത്രമാണെന്ന് പറഞ്ഞല്ലോ. സന്താന ലബ്ധിക്ക് വേണ്ടിയിട്ട് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവർ സന്താന ലബ്ധിക്ക് ശേഷം ഇങ്ങനെ വഴിപാട്, അതായത് തൊട്ടിലിൽ കുഞ്ഞിനെ ഇരുത്തി ഗർഭരക്ഷാംബികയ്ക്ക് മുഴുവനും ക്ഷേത്ര ശ്രീകോവിലിനും ചുറ്റും പ്രദക്ഷിണം വെക്കുന്ന ഒരു വഴിപാടാണ്. ഇതൊരു പ്രാർത്ഥനയാണ്. കുഞ്ഞിനെ ലഭിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ സ്വർണ്ണത്തൊട്ടി എന്നാണ് ഇതിന് പറയുന്നത്. സ്വർണ്ണത്തൊട്ടിലിൽ വഴിപാട്. ഇതിൻ്റെ വഴിപാടിക്ക് എന്ന പേര് തങ്കത്തൊട്ടിൽ പ്രാർത്ഥന. തങ്കത്തൊട്ടിൽ പ്രാർത്ഥന എന്നാണ് പറയുന്നത്. അപ്പോൾ അത് കുഞ്ഞുങ്ങൾ ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവർ ആദ്യം ഗർഭരക്ഷാംബിക ക്ഷേത്രത്തിൽ വന്ന് തങ്കത്തൊട്ടിൽ പ്രാർത്ഥന ചെയ്യണം. കുഞ്ഞ് ലഭിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ വന്ന് തങ്കത്തൊട്ടിലിൽ വലം വെച്ച് കൊള്ളാമെന്ന് തങ്കത്തൊട്ടിൽ പ്രാർത്ഥന നടത്തണം. അത് കഴിഞ്ഞാൽ ഇങ്ങനെ വന്ന് കുഞ്ഞിന് ലഭിച്ചു കഴിയുമ്പോൾ ഇവിടെ വന്ന് ഈ വഴിപാട് ഭഗവതിക്ക് മുന്നിൽ സമർപ്പിക്കണം. Moksha, Journey to the Self.